സംസ്ഥാനത്തെ പോലീസ് ക്രൂരതകളിൽ തുറന്നുപറച്ചിലുമായി കൂടുതൽ പേർ രംഗത്ത് വന്നു. മകൾ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട പരാതി ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബു വലിച്ചെറിഞ്ഞെന്ന് മാതാവ് സലീന 24-നോട് പറഞ്ഞു. ആദ്യം ആ പ്രതികരണം കേൾക്കാം. എൻ്റെ മോള് മരിച്ചിട്ട് ഒരു നീതി എനിക്ക് കിട്ടിയില്ല. പിന്നെ ആലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞാൻ കയറി ഇറങ്ങി നടന്ന്, ഞാനും എൻ്റെ കുടുംബക്കാരും കയറി ഇറങ്ങി നടന്ന്, അന്നേരമൊക്കെ പറഞ്ഞത് സ്വാഭാവിക മരണമാ, കേസ് അങ്ങ് എഴുതി തള്ളി. അവരൊന്ന് തിരക്കിയത് പോലും ഇല്ല. അവനെ പിടിച്ചൊരു ചോദ്യം പോലും ചെയ്തില്ല ഈ സാറ്. എന്നിട്ട് ഞങ്ങൾ പെറ്റീഷനും കൊണ്ടുവന്നപ്പോൾ എൻ്റെ പെറ്റീഷൻ എടുത്ത് ദൂരെ എറിഞ്ഞ് ഈ DSP സാറ്, ആലപ്പുഴയുടെ DSP സാറ് എടുത്ത് ദൂരെ എറിഞ്ഞിട്ട് വരെ കള്ള പെറ്റീഷനുമായിട്ട് വന്നതാ. ഇനി അതുകൊണ്ട് ഇവിടെ പറ്റത്തില്ല, അതുകൊണ്ട് ഇറങ്ങിപ്പോന്ന് പറഞ്ഞു എന്നോട്. ഇവിടെ നീതിയും കാര്യങ്ങളൊന്നും ഇല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോടതി പോയി വാങ്ങിച്ചോ, കോടതി പോയി തെളിയിക്കാൻ പറഞ്ഞു. കോട്ടയത്ത് പരാതി പറയാനെത്തിയ ആളെ തൃക്കൊടിത്താനം മുൻ SHO മർദ്ദിച്ചു എന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. ഷുഗർ ബാധിച്ച കാലിൽ ബൂട്ടിട്ട് ചവിട്ടിയതിനെ തുടർന്ന് വിരൽ മുറിച്ചു മാറ്റേണ്ടി വന്നു എന്നാണ് ചങ്ങനാശ്ശേരി സ്വദേശി ബിജു തോമസ് പറയുന്നത്. സംബന്ധമായ ഇതിൽ എനിക്ക് കുറച്ച് പൈസ കിട്ടാണ്ട് ആളോട് വിളിച്ച് സംസാരിച്ച് എൻ്റെ പൈസയുടെ കാര്യം ഞാൻ ചോദിച്ചപ്പോൾ ആ പുള്ളി എന്നെ അസഭ്യം പറയുക, ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. CA അദ്ദേഹം എന്നോട് കയർത്ത് സംസാരിക്കുകയും ഇത് സെറ്റിൽ ചെയ്യണമെന്ന് ഇങ്ങനെ നിർബന്ധം എന്നോട് പറഞ്ഞു. എന്നെ ഫോൺ ബലമായി പിടിച്ച് മേടിച്ച് എന്നെ മാറ്റി നിർത്തി കാലുകൊണ്ട് ബലമായിട്ട് എൻ്റെ ഇടത്ത് കാലെ ചവിട്ടിപ്പിടിക്കുകയും എന്നെ പുറമോട്ട് തള്ളുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഭിത്തിയിലോട്ട് വീണു കഴിഞ്ഞപ്പം എനിക്ക് കാലിനകത്ത് ഇന്റേണൽ ഇഞ്ചുറി ഉണ്ടായി. എന്നെ കേസിൽ പ്രതിയാക്കി, വാദിയായ ഞാൻ എന്നെ കേസിൽ പ്രതിയാക്കി. കോവിഡ് കാലത്ത് വയനാട് തലപ്പുഴ SHO ആയിരുന്ന PK ജിജീഷ് ക്രൂരമായി മർദ്ദിച്ചു എന്നാരോപിച്ച് യുവാക്കൾ രംഗത്തെത്തി. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാസ്ക് കുറച്ച് ഇത്ര അല്പത്താനിട്ടായിരുന്നു ഉള്ളത്. ആ സമയത്ത് പിന്നെ തലപ്പുഴ CI ജിജേഷ് എന്ന് പറയുന്ന SI എൻ്റെ വയറിന് അങ്ങനെ സംസാരിച്ചു കൊടുക്കുന്നു, അറിയാതെ വന്നിട്ട് ഒരൊറ്റ ഇടിയാന്നു അടിവയറിന്. പിന്നെ ഈ ഇവിടെ അടിച്ചിട്ട് ഈ എല്ലാം എൻ്റെ പൊട്ടിപ്പോയിട്ട് ഇപ്പോഴും എനിക്കത് പ്രശ്നം. ക്രൂരമായി മർദ്ദിച്ച് പിന്നെ ഇടിച്ച സമയത്ത് ഞാൻ അവിടുന്ന് അസാധ്യ പിന്നെ സൗണ്ട് ഉണ്ടാക്കി. അതേസമയം കസ്റ്റഡി മർദ്ദനത്തെ ന്യായീകരിച്ച് മറയൂർ SI മാഹിൻ സലീമും മണ്ണുത്തി CI ബൈജുവും സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റിട്ടു. വാർത്തയായതോടെ മാഹിൻ സലീം പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട്. വിപിൻ C വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഒപ്പം തന്നെ ടോബി ജോൺസൺ കോട്ടയത്ത് നിന്നും വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ആദ്യം വിപിൻ C വിജയനിലേക്കാണ്. വിപിൻ, മകളുടെ മരണവുമായി ബന്ധപ്പെട്ട് പരാതി പറയാനെത്തിയ ഒരു അമ്മയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ നേരിടേണ്ടി വന്ന അനുഭവം എന്താണ് എന്ന് വിശദീകരിക്കുകയായിരുന്നു ആ അമ്മ. അത് നമ്മൾ കേട്ടു. അത് മധു ബാബുവിനെതിരെ ഉയർന്ന ആരോപണമാണ്. യാതൊരു തരത്തിലുള്ള പ്രാഥമിക പരിശോധന പോലുമില്ലാതെ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയപ്പോൾ ആ പരാതി വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപം. ഇതിൽ കുടുംബം കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നുണ്ട്. എന്താണ് ആ കേസിൽ സംഭവിച്ചത്, വിപിൻ C വിജയൻ? റിജിത്ത് ഇരയ്ക്കൊപ്പം നിന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത്. അവരുടെ മകൾ വിവാഹം കഴിഞ്ഞ് നാല് മാസം കഴിഞ്ഞപ്പോഴാണ് ഭർത്തൃ വീട്ടിൽ ആത്മഹത്യ ചെയ്തത്. ഈ ആത്മഹത്യക്ക് ശേഷം ആത്മഹത്യക്ക് പ്രേരണ ആരായിരുന്നു, അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം എന്താണ് എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയാണ് ഈ അമ്മ ആലപ്പുഴയിലെ ഈ DYSP ഓഫീസിലേക്കൊക്കെ എത്തുന്നത്. കാരണം അത്രത്തോളം സ്ത്രീധനമൊക്കെ നൽകിയിട്ട് ഇവർ വിവാഹം കഴിച്ചതാണ്. ആ സ്വർണവും ആ പണവും ഒക്കെ തിരിച്ച് നൽകാമെന്നുള്ള വ്യവസ്ഥയും ഈ മകളുടെ ഭർത്താവ് പാലിച്ചില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു നീതി തേടിക്കൊണ്ട് ആ ഒരു DYSP ഓഫീസിലേക്ക് എത്തുമ്പോൾ ആ പെറ്റീഷൻ, ആ പരാതി വലിച്ചെറിഞ്ഞു അവരുടെ മുന്നിൽ വെച്ച് എന്നുള്ളതാണ് അവർ ഏറ്റവും വേദനയോടുകൂടി പറയുന്നത്. ഇവർ മലപ്പുറത്താണ് കാലങ്ങളായിട്ട് താമസിക്കുന്നത്. അപ്പോൾ ആലപ്പുഴയിൽ ഈ ഒരു കേസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആലപ്പുഴയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത്ര ദൂരെ പോകുന്നു, അവർ അവിടുന്ന് ലഭിക്കുന്ന ഒരു റെസ്പോൺസ് ഈ രീതിയിലാണ് എന്നുള്ളത് അവരെ എത്രത്തോളം വേദന ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇപ്പോഴും അതിലൊരു നീതി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കോടതിയിൽ ഈ കേസ് 2 മാസങ്ങൾ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് 2 മാസം അന്വേഷിച്ച് ക്ലോസ് ചെയ്യുകയാണ് ഉണ്ടായത്. പക്ഷേ അതിൽ അങ്ങനെയല്ല സംഭവിച്ചത് എന്നുള്ളതും അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ആ കാരണം കണ്ടെത്തണം എന്നുള്ളതാണ് ഈ വീട്ടുകാരുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ അത് വീണ്ടും ഓപ്പൺ ചെയ്ത് അന്വേഷിക്കണം എന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയിലേക്ക് പോകുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും പോലീസിനെതിരെ ഇതിനു മുൻപുണ്ടായിരുന്ന മർദ്ദനത്തിനെതിരെയൊക്കെയുള്ള പരാതി പ്രളയം എന്ന് തന്നെ പറയാവുന്ന സാഹചര്യങ്ങളാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇപ്പോൾ മറയൂർ SI ഷെയർ ചെയ്തിട്ടുള്ള ആവനാഴിയിലെ ആ ഒരു സീനാണ്. അതായത് ഒരു കേസ് തെളിയിക്കണമെങ്കിൽ അടിക്കണം എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ടാണ് ആവനാഴിയിലെ ആ ഒരു ദൃശ്യം പങ്കുവെച്ചതെന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ വിവാദങ്ങളും ഇത്രയൊക്കെ വിഷയങ്ങളും ഉണ്ടാകുമ്പോൾ ഈ ഒരു മനസ്ഥിതി ഇപ്പോഴും അവർ എടുത്തു വയ്ക്കുന്നു, അല്ലെങ്കിൽ ഇത്തരം മനസ്ഥിതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് വളരെ ഗൗരവമാണ്. സർക്കുലർ ഇറക്കുന്നു എന്നതിനപ്പുറമുള്ളത് ഇവരുടെ ഒരു മനോചിന്തയിൽ ഒരു മാറ്റം വരുന്നില്ല എന്നുള്ളതും ഗൗരവത്തോടെ തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. വയനാട്ടിൽ മാസ്ക് ശരിയായി ധരിച്ചില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ടാണ് ആ രണ്ടാളുകളെ യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ചത് എന്നുള്ളത് പറയുന്നു. അത് തലപ്പുഴയിലെ SHOയ്ക്കെതിരെയാണ് അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു പരാതി പറയുന്നത്. ഇത്തരത്തിൽ CCTV
CCTV ദൃശ്യങ്ങൾക്ക് അപ്പുറമുള്ള പരാതികൾ ഓരോ ദിവസം കഴിയുന്തോറും വരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മന്ത്രി സജി ചെറിയാനൊക്കെ പറയുന്നുണ്ട്, UDF സർക്കാരിന്റെ കാലത്തുള്ളതിനേക്കാൾ പോലീസിൽ ഒരു മർദ്ദനം ഇപ്പോൾ കുറയുകയാണ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു കർശന നടപടി ഉണ്ടാകും എന്നുള്ളതൊക്കെ പറയുന്നു. പക്ഷേ അതിനപ്പുറം ഇതിലൊരു വലിയ രീതിയിലുള്ള ഒരു ശുദ്ധികലശം തന്നെ വേണം എന്നുള്ളത് അടിവരയിടുന്നതാണ് ഓരോ ദിവസവും പുറത്തു വരുന്ന പരാതികളെന്ന് നിസ്സംശയം പറയാം.